ക്ലാസ് തന്നെയാണ് പടം, നല്ല ക്ലാസ്സാണ്. ടിപ്പിക്കൽ ലിജോയിൻ്റെ മൂവി വളരെ വെറൈറ്റി ആയിരുന്നു. എല്ലാ മൂവി പോലെ തന്നെ ലിജോയിൻ്റെ മൂവി വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ തന്നെ വളരെ നമ്മൾ എൻ്റർടൈനിങ് ആയിട്ട് പെട്ടെന്ന് തോന്നി. നമ്മൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തപ്പം സെക്കൻഡ് ഹാഫിൽ നല്ല പ്രതീക്ഷ ഇട്ടുകൊണ്ട് തന്നെ അവസാനം വരെ നമുക്കൊരു നല്ലൊരു ബിൽഡപ്പ് ഇട്ട് കിട്ടി. പിന്നെ അതിൻ്റെ ഓരോ ഫ്രെയിംസും വളരെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഇങ്ങനൊരു പടം ഞാനിങ്ങനെ കണ്ടില്ല. ഞാൻ ഒരുപാട് സിനിമ ആണെന്നും ആളൊന്നുമല്ല, എന്നാലും ഇങ്ങനൊരു പടം ഞാൻ ഇതുവരെ അടുത്ത് നിന്നാലും കണ്ടിട്ടുമില്ല. ലിജോയിൻ്റെ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. എല്ലാ ആക്ടേഴ്സിൻ്റെയും വളരെ ഗംഭീരമായിരുന്നു. കോങ്കർ ബൈയുടെ ആഷസ് ഓഫ് ടൈം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ. ഇതിപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സംഭവമാണ്. അതാണ് മോഹൻലാൽ എന്നുള്ള എന്താ പറയുക, ഒരു സ്റ്റാറിൻ്റെ അല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ക്രിയേറ്റർ, ഒരു ഡയറക്ടറിൻ്റെ വിഷനാണ്. പടങ്ങളെല്ലാം പടങ്ങൾ പോലെയാണ്. ആരെയും ഇമ്പ്രസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ വേണ്ടിയല്ല. ലിജോയുടെ തോട്ട് പ്രോസസ്സിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ലിജോയുടെ എല്ലാ സിനിമകളും പോലെ തന്നെ ഇതും മുൻപൊരു കണ്ട സിനിമകൾ പോലെയല്ല. ലിജോയുടെ സിനിമകൾ പോലെയോ മോഹൻലാൽ സിനിമകൾ പോലെയോ അല്ല. പിന്നെ ഇതിനായിട്ട് ഒരു സാമ്യം നമുക്ക് ഏത് ജനറാണെന്ന് പറയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 70കളിലോ 80കളിലെയോ ഇംഗ്ലീഷ് വെസ്റ്റേൺ സ്റ്റൈൽ മൂവികളുടെ ഒരു രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്രെയിമും ഒരു വാൾപേപ്പർ പോലെ തോന്നുന്നു. പിന്നെ അടിപൊളി BGM, പിന്നെ ഹരീഷ് പേരടിക്ക് നല്ല റോളാണ്. എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഒപ്പം നിൽക്കുന്ന റോളാണ് ഹരീഷ് പേരടിക്ക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല പടം കേട്ടോ. ഓക്കെ, എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക് ആയാലും അതേപോലെ BGM കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട് മൊത്തത്തിൽ പറഞ്ഞ മേക്കിങ്ങും കിട്ടില്ല തന്നെയാണ്. അടിപൊളിയായിരുന്നു. മേക്കിംഗ് ആയിരുന്നു നന്നായിരുന്നു. അതെ.